ഹലോ, വെൽക്കം ബാക്ക് ടു എജുബ്ലിറ്റ്സ് ലേണിംഗ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരുപാട് സ്റ്റുഡൻസ് ഡൗട്ട് ചോദിക്കാറുള്ള ഫോറൻസിക് സയൻസ് എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ചാണ്. ഈ ഫോറൻസിക് സയൻസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരുന്നത്? നമ്മൾ ഒരുപാട് മലയാളം സിനിമകളിൽ ഈ ഫോറൻസിക് എക്സ്പേർട്സിനെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഫോറൻസിക് എന്ന് പറയുന്ന സിനിമയിൽ ടൊവിനോൻ്റെ ക്യാരക്ടർ, അതല്ലെങ്കിൽ അഞ്ചാം പാതിരയിലെ കുഞ്ചാക്കോ ബോബൻ്റെ ക്യാരക്ടർ, ഈ സിനിമകളിലൊക്കെ അവരുടെ റോൾ എന്താണ്? ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ ആ ക്രൈമിൻ്റെ സ്പോട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു ചെറിയ ഫിംഗർ പ്രിൻറ്റോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ DNA സാമ്പിളോ അങ്ങനെയുള്ള ഒരു ചെറിയ കാര്യത്തിൽ നിന്ന് ആ കേസ് എന്ത് ചെയ്യാൻ പറ്റും? ക്ലോസ് ചെയ്യാൻ പറ്റും, ആ കേസ് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള അത് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. ഇൻട്രസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഒരു ടഫ്നെസ് ഉള്ളൊരു ഫീൽഡാണ് ഫോറൻസിക് സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഒരു ഫോറൻസിക് എക്സ്പേർട്ട് ആവാൻ വേണ്ടിയിട്ട് ആഗ്രഹമുണ്ടോ? ഈ ഫോറൻസിക് എക്സ്പേർട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ക്രൈമുകൾ പോകെ കാലം കഴിയുന്തോറും ക്രൈമുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഇന്ത്യയിലെ തന്നെ ക്രൈമിൻ്റെ റേറ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ക്രൈമുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കുറ്റവാളി എത്ര വലിയ എക്സ്പേർട്ട് ആണെങ്കിലും ആ കുറ്റവാളി അറിയാണ്ട് ആ ക്രൈം നടന്ന സമയത്ത് ആ ഒരു ക്രൈം സ്പോട്ടിൽ അറിയാണ്ട് ഉപേക്ഷിച്ച് പോകുന്ന ഒരു ചെറിയ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. അപ്പോൾ അത് മേ ബി ഒരു ഫിംഗർ പ്രിൻ്റ് ആവാം, അതല്ലെങ്കിൽ ഒരു ചെറിയ DNA സാമ്പിൾ ആവാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? ആ കേസ് ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഫോറൻസിക് എക്സ്പേർട്ട് ആവാൻ നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ, നമ്മൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് ഫീസും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ അങ്ങനെയൊന്നും അല്ലാണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ തന്നെ നിങ്ങൾക്ക് എന്ത് പഠിക്കാൻ പറ്റും? ഈ ഫോറൻസിക് സയൻസ് എന്ന് പറയുന്ന കോഴ്സ്, അതും +2 കഴിഞ്ഞിട്ട് തന്നെ COET UG എക്സാം വഴി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ എന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. അപ്പോൾ ഈ ഫോറൻസിക് സയൻസ് എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ വരുന്ന ഒരു മെയിൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് NFSU എന്ന് പറയുന്നത്. NFSU എന്ന് പറഞ്ഞാൽ നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി. ഈ നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ് ഈ കാണുന്നത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ അവർ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് വേൾഡ്സ് ഫസ്റ്റ് ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി എന്ന്. വേൾഡിലെ ഫസ്റ്റ് ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി നമ്മുടെ ഇന്ത്യയിലാണ്, ഗുജറാത്തിലെ ഗാന്ധിനഗറിലാണ് ഈ NFSUവിൻ്റെ മെയിൻ ക്യാമ്പസ് വരുന്നത്. അപ്പോൾ ഈ ക്യാമ്പസിൽ നമുക്ക് COET UG കോഴ്സ് വഴി പഠിക്കാൻ പറ്റും. നമുക്ക് ജസ്റ്റ് ഒന്ന് വരെ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ 13 ഇയർ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്, 13 ഇയർ ആയിട്ട് യൂണിവേഴ്സിറ്റി നിലവിലുണ്ട്. ഒരുപാട് ക്യാമ്പസുകൾ, 16 ക്യാമ്പസുകളുണ്ട്. അതിലെ മെയിൻ ക്യാമ്പസാണ് ഞാൻ പറഞ്ഞ ഗുജറാത്തിലെ ഗാന്ധിനഗറിലെ ക്യാമ്പസ് എന്ന് പറയുന്നത്. അതുപോലെ ഇവരിവിടെ പറഞ്ഞിട്ടുണ്ട്, അതായത് ഇത് നമ്മൾ NITകൾ IITകൾ ഇങ്ങനെയുള്ള വലിയ യൂണിവേഴ്സിറ്റികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ലാബലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസിൽ ഇടം പിടിച്ചിട്ടുള്ള, അങ്ങനെ നമ്മൾ പറയുന്നത് നാഷണൽ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടിയാണ് ഈ NFSU എന്ന് പറയുന്നത്. ഇനി നമുക്ക് NFSUവിൽ ഞാൻ പറഞ്ഞ COET UG വഴി നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ പറ്റുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. നമുക്ക് +2 കഴിഞ്ഞിട്ട് തന്നെ നേരിട്ട് ഈ ഫോറൻസിക് സയൻസ് നമുക്ക് സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ ആ കോഴ്സുകളുടെ ഡീറ്റെയിൽസ് ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കി നോക്കാം. +2 കഴിഞ്ഞ് COET UG എക്സാം വഴി NFSUവിൽ 3 കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ഫോറൻസിക് റിലേറ്റഡ് കോഴ്സുകളാണെങ്കിൽ 2 കോഴ്സുകളാണുള്ളത്. ഒന്ന് BSc MSc ഫോറൻസിക് സയൻസ്, അതായത് +2 കഴിഞ്ഞ് നമുക്കൊരു ഇൻ്റഗ്രേറ്റഡ് ഫോറൻസിക് സയൻസ് കോഴ്സ് പഠിക്കാൻ പറ്റും. 5 വർഷത്തെ BScയും MScയും ഫോറൻസിക് സയൻസിൽ ലഭിക്കുന്ന ഒരു കോഴ്സാണ് BSc MSc ഫോറൻസിക് സയൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ നമ്മൾ എലിജിബിലിറ്റി നോക്കുകയാണെങ്കിൽ, അതായത് COETയിലെ പേപ്പേഴ്സ് നോക്കുകയാണെങ്കിൽ ബയോളജിയുടെ പേപ്പർ എഴുതണം, കെമിസ്ട്രിയുടെ പേപ്പർ എഴുതണം, അതുപോലെ മാത്സിൻ്റെ പേപ്പർ, ഫിസിക്സിൻ്റെ പേപ്പർ, PCMB, ഈ 4 പേപ്പേഴ്സുമാണ് നമ്മൾ BSc MSc ഫോറൻസിക് സയൻസ് എന്ന് പറയുന്ന കോഴ്സ് NFSUവിൽ പഠിക്കാനായിട്ട് COETയിൽ അറ്റൻഡ് ചെയ്യേണ്ടത്. അതുപോലെ ഇവിടെ എലിജിബിലിറ്റി പറഞ്ഞിട്ടുണ്ട്, +2വിൽ 55% മിനിമം മാർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഏതൊക്കെയാണ് +2വിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളൊക്കെ +2വിൽ പഠിച്ചിട്ടുണ്ടാവണമെന്ന് എലിജിബിലിറ്റി ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വരുന്നൊരു കോഴ്സാണ് BSc ക്രിമിനോളജി ആൻഡ് ഫോറൻസിക് സയൻസ്. ഇതൊരു 4 ഇയർ ഡിഗ്രി കോഴ്സാണ്, ക്രിമിനോളജി ആൻഡ് ഫോറൻസിക് സയൻസ് എന്ന് പറയുന്നത്. ഇതിനാണെങ്കിലും നമ്മൾ PCMB, ഈ 4 കോഴ്സുകളാണ് എലിജിബിലിറ്റി ആയിട്ട് COET UGയിൽ അറ്റൻഡ് ചെയ്യേണ്ടത്. പിന്നെ ഇതിനാണെങ്കിലും നമ്മൾ 55% ആണ് +2വിൽ മിനിമം മാർക്ക് വേണ്ടത്. അപ്പോൾ ഈ 2 കോഴ്സുകൾ, ഇപ്പോൾ നമ്മൾ ഈ ഫോറൻസിക് സയൻസ് എന്ന് പറയുന്ന കോഴ്സ് സാധാരണ എല്ലാവരും ചെയ്യാറുള്ളത്, ഈ ഫോറൻസിക് സയൻസ് എന്ന് പറയുന്ന കോഴ്സ് +2 കഴിഞ്ഞ് വേറെ ഏതെങ്കിലും ഒരു ഡിഗ്രി പഠിക്കും, അത് കഴിഞ്ഞ് ഫോറൻസിക് സയൻസ് സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കാണ് ചെയ്യാറുള്ളത്. അപ്പോൾ NFSU നമുക്ക് തരുന്നൊരു ഓപ്പർച്യൂണിറ്റി എന്താണ്? +2 കഴിഞ്ഞ പാടനെ COET UG വഴി
നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന ലാബിലുള്ള ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്ത് പഠിക്കാൻ പറ്റും, ഫോറൻസിക് സയൻസ് സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ ചാൻസ് ആരും മിസ്സാക്കരുത്. ഇപ്പോൾ +1 +2 പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഈ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഈ 4 സബ്ജക്റ്റ് കറക്റ്റായിട്ട് ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് +2 കഴിഞ്ഞ പാടന്നെ ഈ CUET UG അറ്റൻഡ് ചെയ്ത് ഈ ഫോറൻസിക് സയൻസ് എന്ന് പറയുന്ന ഒരു ഫീൽഡിൽ ഒരു ഫോറൻസിക് സയൻസ് എക്സ്പേർട്ടായി മാറാൻ നിങ്ങളെ കൊണ്ട് പറ്റും. ഇനി ഞാൻ ജസ്റ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടെ ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇതും ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി തന്നെയാണ്. ഗുരു ഘസിദാസ് വിശ്വവിദ്യാലയ എന്ന് പറയുന്ന വേറൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. അവിടെ നമുക്ക് 2 ഫോറൻസിക് സയൻസ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് BSc ഹോണേഴ്സ് ഫോറൻസിക് സയൻസും ഒന്ന് BSc ഹോണേഴ്സ് ഫോറസ്ട്രിയും. ഈ 2 കോഴ്സുകളും ഞാൻ ഇപ്പോൾ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടും ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. ഈ യൂണിവേഴ്സിറ്റിയിലും ഏതൊക്കെ ഉണ്ട്, 2 ഫോറൻസിക് സയൻസ് ഡിഗ്രികളുണ്ട്. അപ്പോൾ ഈ ഡിഗ്രികളും നമുക്ക് +2 കഴിഞ്ഞ് CUET UG വഴി അഡ്മിഷൻ വാങ്ങാൻ പറ്റും. അതിന് 2നും CUET UGയിൽ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട പേപ്പർ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. +2 മിനിമം 50% മാർക്ക് വാങ്ങണം എന്നുള്ളതാണ് മിനിമം എലിജിബിലിറ്റി വരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ 2 യൂണിവേഴ്സിറ്റികളെ കുറിച്ചാണ് പറഞ്ഞത്. ഒന്ന് NFSയും ഒന്ന് ഗുരു ഘസിദാസ് വിശ്വവിദ്യാലയ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയും. ഈ 2 യൂണിവേഴ്സിറ്റികളിലേക്കുള്ള +2 കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് എൻട്രി ഉള്ള യൂണിവേഴ്സിറ്റികളാണ്. അതും CUET UG എക്സാം വഴിയാണ് നമുക്ക് എൻട്രി ഉള്ളത്. അപ്പോൾ ഇപ്പോൾ +1 +2 പഠിക്കുന്നവർ ഞാൻ ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. +2ൻ്റെ കൂടെ തന്നെ CUET UGക്ക് വേണ്ടി കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ CUET UGയിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ CUET UGയിൽ നല്ലൊരു മാർക്ക് വാങ്ങി നിങ്ങൾക്ക് NFSUയിൽ ഫോറൻസിക് സയൻസ് എന്ന് പറയുന്ന കോഴ്സ് പഠിക്കാൻ പറ്റും. പിന്നെ ഫോറൻസിക് സയൻസ് എന്ന് പറയുന്ന കോഴ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു, കുറച്ച് അനലിറ്റിക്കൽ തിങ്കിങ്ങും, അതായത് നമുക്ക് അത്യാവശ്യം നല്ല പ്രഷർ വരുന്ന വർക്കുകളായിരിക്കും വരുന്നത്. ഒരു ഫോറൻസിക് സയൻസ് എക്സ്പേർട്ട് ആവാൻ CBI പോലുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സിലൊക്കെ നമുക്ക് കയറാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു കോഴ്സിനെ കുറിച്ച് അറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സ്, അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നോക്കുന്നവർക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക്, കുറച്ചുകൂടെ കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കാര്യങ്ങൾ കണ്ടെത്താനും അങ്ങനെയൊക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ കാര്യങ്ങളോ ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. ഇപ്പോൾ +1 +2 10th +1 +2 പഠിക്കുന്ന സ്റ്റുഡൻസിനെല്ലാം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു കണ്ടന്റ് ആണിത്. അപ്പോൾ ഇങ്ങനെയുള്ള നിങ്ങൾക്ക് അറിയാത്ത എന്നാലോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ കോഴ്സിൻ്റെയും അപ്ഡേറ്റ്സ് നമ്മുടെ ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഈ വീഡിയോ യൂസ്ഫുൾ ആവുന്ന നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക.